ഹെൻറി കാവിലാണോ അതോ ഇപ്പോഴത്തെ സൂപ്പർമാൻ ആണോ ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ അത് കുറച്ച് വിശദമായിട്ട് പറയേണ്ടി വരും. അതിനേക്കാളും മുമ്പ് സൂപ്പർമാൻ കണ്ടു, ദേ ഇപ്പോൾ വന്ന് കയറിയുള്ളൂ. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങൾ ഹെൻറി കാവിലിനൊന്ന് ആലോചിച്ച് നോക്കുക. ഹെൻറി കാവിലിൻ്റെ മാൻ ഓഫ് സ്റ്റീൽ, സ്നൈഡർ കട്ടിലൊക്കെ പുള്ളി വന്നേക്കുന്ന ആ ഒരു രൂപവും ആ ഒരു അറ്റ്മോസ്ഫിയർ, ഡാർക്കായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, പുള്ളി അധികം ഡയലോഗ്സ് ഒന്നും പറയണില്ല, പക്ഷെ ക്രിസ്പായിട്ടുള്ള ആക്ടിങ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ഇതുപോലെ ഒന്നും അല്ലേ ഈ പടം. ജെയിംസ് ഗൺ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു ഡാർക്കായിട്ടുള്ള അങ്ങനത്തെ സൂപ്പർമാൻ ഒന്നുമില്ല, ഒരു സാധാ സെറ്റപ്പ് സൂപ്പർമാൻ. അതൊക്കെ കാണാൻ തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ ഇവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൂപ്പർമാൻ നല്ല ആളാവണം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഓക്കെ നല്ല ആള്, ഓക്കെ സമ്മതിച്ചു. പക്ഷേ എന്ത് ഇപ്പോൾ ഹെൻറി കാവിലിനെ മൈൻഡിൽ വിചാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ ഒരു ഓറയും ആ ഒരു അത്രയും നല്ല ആ ഒരു മനുഷ്യൻ്റെ ആ ഒരു എനർജിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ആവുന്നില്ല. അത് നല്ലൊരു മനുഷ്യനാണെന്ന് കണ്ടാൽ തന്നെ നമുക്ക് തോന്നും. ഇതങ്ങനെയൊന്നും തോന്നില്ല. ഇവരെന്നിങ്ങനെ നാഴിക്കുന്ന അപ്പോട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഈ പടത്തിൽ സസ്പെൻസും കോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ സൂപ്പർമാനെ പറ്റി ചെറിയൊരു ബേസിക് അറിവുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കോമിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ബോയ്സ് സീരീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഷോട്ടിൽ തന്നെ മനസ്സിലാവും ആ സസ്പെൻസ് എന്താണ്. പടത്തിൻ്റെ ഫസ്റ്റ് ആ ഒരു തുടങ്ങുന്ന ആ സംഭവത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് എന്തായിരിക്കും സസ്പെൻസ് എന്ന്. പടത്തിൻ്റെ തുടക്കമൊക്കെ വേറെ ലെവല്. ഞാൻ ഓക്കെ സ്നൈഡർ പോയി, ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു ഡാർക്ക് സാധനം ഒന്നും ഉണ്ടാവില്ല, പുതിയ സെറ്റപ്പ് സാധനമായിരിക്കും, അത് അക്സെപ്റ്റ് ചെയ്യാന്നുള്ള മൈൻഡിൽ കൂടെ ഇരിക്കുകയായിരുന്നു. ആ തുടക്കം കറക്റ്റ്, സെറ്റപ്പ് ഈ പടം കിടിലായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചു. വൾണറബിൾ ആയിട്ടുള്ള ഒരു ഹീറോനെ കാണിക്കുക എന്നുള്ളൊരു സെറ്റപ്പാണ് ഇവർ പിടിച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ ദൈവമേ, 5-ൽ ഒരാൾ അർജുനൻ കണ്ടിട്ടില്ലേ? അതിൽ ജയറാം തല്ല് വാങ്ങിക്കുന്നില്ലേ? സൂപ്പർമാൻ അങ്ങനെ വാങ്ങിച്ചുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുക. അതായിരുന്നു ഈ പടം. പിന്നെ ജസ്റ്റ് ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ലെക്സ് ലൂതർ എന്ന് പറയുന്നത് സൂപ്പർമാൻ്റെ ഏറ്റവും വലിയ വില്ലന്മാരിലുള്ള ഒരാളാണ്. പക്ഷേ ഇതിൽ പക്ക ഹൃദയത്തിലത്തെ അമൽ ഡേവിസ് ഇല്ലേ, അതുപോലെയാണ് ഈ വില്ലൻ. എന്തിനാണ് സൂപ്പർമാനെ ദ്രോഹിക്കുന്നത്? ആ ഒരു രസം, അതാണ് പുള്ളിയുടെ ഇത്. ക്ലൈമാക്സിലോ താനി കോമഡി പീസോ. മനസ്സിൽ തൊട്ട് ഞാൻ ഒരു കാര്യം പറയാണ്, ഇതെന്തായാലും ജെയിംസ് ഗണ്ണൊന്നും കേൾക്കാനോ കാണാനൊന്നും പോകണില്ല, പക്ഷെ എന്തായാലും എൻ്റെ സമാധാനത്തിന് വേണ്ടി ചുമ്മാ പറയുകയാണ്. DC-യിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ബാറ്റ്മാനാണ്. അല്ലാതെ പേഴ്സണലി എനിക്ക് ഏറ്റവും ഇഷ്ടം സ്പൈഡർമാനാണ്. ഞാൻ ആദ്യം കണ്ട സൂപ്പർ ഹീറോ പടമൊക്കെ സ്പൈഡർമാനാണ്. പക്ഷേ എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവരെ ഭയങ്കര റെസ്പെക്റ്റാണ്. ഇപ്പം അയൺമാൻ്റെ ഫാനാണ് ഞാൻ, എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ ഫാനാണ്. പക്ഷെ ശരിക്കും എനിക്ക് ക്യാപ്റ്റനോട് ഭയങ്കര റെസ്പെക്റ്റാണ്. അതുപോലെ തന്നെ സൂപ്പർമാനോട് എനിക്ക് നല്ല റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷേ ആ ക്യാരക്ടർ, ആ നെഞ്ചിൽ എഴുതി വെച്ചേക്കുന്ന ഒരു സിമ്പിൾ ഉണ്ട്, രസ് പോലത്തെ സിമ്പിൾ, അത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അർത്ഥമുണ്ട്. ആ ഒരു സിമ്പിൾ കാണുമ്പോൾ തന്നെ ഒരു ഹോപ്പ് എന്നുള്ളൊരു സംഭവം നമ്മുടെ മൈൻഡിൽ വരും. അങ്ങനെ രജിസ്റ്റർ ആയിരിക്കണം ആ ലോഗോ എൻ്റെ മൈൻഡിൽ. ആ ഒരു സാധനത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ മോശമാക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ മോശമാക്കി. ഓക്കെ പോട്ടെ, തല്ലുള്ളി എന്ന് വെച്ചാൽ ഇങ്ങനൊരു തല്ലുള്ളി സൂപ്പർമാൻ, എൻ്റെ ദൈവമേ, അതും പോട്ടെ, എന്തെങ്കിലും ആവട്ടെ, തിരിച്ചടിക്കുമ്പോൾ നമുക്കൊരു പഞ്ച് കിട്ടണ്ടേ? ഇതൊന്നും കിട്ടണില്ല. ഈ പടം തുടങ്ങിയപ്പോൾ കുറച്ചൊരു സെറ്റപ്പ് ഇത്തിരി ഹൈ കിട്ടിയിരിക്കും. പക്ഷേ ബാക്കി മൊത്തം ഇങ്ങനെ നിർവികാരതയോടുകൂടി നോക്കിയിരിക്കുകയാണ്. പിന്നെ ലോയിസ് ലെയിൻ നിങ്ങൾക്ക് അറിയാലോ, സ്പൈഡർമാൻ്റെ ഗേൾഫ്രണ്ട് വൈഫ് എല്ലാം ആണ് പുള്ളിക്കാരി. ഇങ്ങനൊരു ചെറിയ ക്യാരക്ടർ, എൻ്റെ പൊന്നുമോനെ, മറ്റേ സ്പൈഡർമാൻ കണ്ടിട്ടില്ലേ, സ്പൈഡർമാനിലെ മേരി ജെയിൻ വാട്സണില്ലേ, അതിലത്തെ അതേപോലത്തെ ഒരാൾ, അതിൻ്റെ വേറൊരു വെർഷൻ പോലെ ആ ഒരു തുടക്കത്തിലൊക്കെ. പിന്നെയും കുറച്ച് സെറ്റാവുന്നുണ്ട്, പിന്നെയും കുഴപ്പമില്ലാണ്ടാവുന്നുണ്ട്. പിന്നെ ആകപ്പാട് ആ പടത്തിൻ്റെ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോനെ നമുക്ക് കുറേ നേരം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാം. ക്രിപ്റ്റോ വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഒരു സൂപ്പർ ഹീറോ പടം ഉണ്ടാക്കുന്നു, നമ്മളൊരു സൂപ്പർ ഹീറോ പടമാണ് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും, ഇസ്രായേൽ പാലസ്തീൻ വിഷയമൊക്കെയാണ് കുത്തിക്കയറ്റി വെച്ചേക്കുന്നത്. ഓക്കെ, അത് മര്യാദയ്ക്ക് എടുക്കുകയാണെങ്കിൽ പോട്ടെ. ഇത് സൂപ്പർമാൻ്റെ വലിയ സെറ്റപ്പ് കാണിക്കാൻ വേണ്ടി ഓരോന്ന് കാണിച്ച് വെറുതെയാണ്. ഒരു സൂപ്പർ ഹീറോ പടത്തിൽ പോട്ടെ, ഒരു സാധാരണ പടത്തിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും, അതുപോലും ഇതിലില്ല. പക്ഷെ എന്നാലും ഞാൻ ചിലപ്പോൾ കുറച്ച് പ്രതീക്ഷിച്ച് പോയി കണ്ടുകൊണ്ടായിരിക്കാം. എനിക്ക് പേഴ്സണലി ഹെൻറി കാവിലിൻ്റെ സൂപ്പർമാനെയാണ് ഇഷ്ടം. എനിക്ക് ജാക്ക് സ്നൈഡറിനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നിയോ അതാണ് 100% ഹോണസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ വന്നത്. പിന്നെ ഇതിൻ്റെ VFX നമ്മുടെ കിടിലൻ അതിശയനിലൊക്കെ VFX ഇല്ല, അതുപോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ 3D ആയതുകൊണ്ട് വലിയ സെറ്റപ്പായിട്ടൊന്നും തോന്നില്ല. അതൊന്ന് അഴിച്ചു നോക്കിയാൽ കറക്റ്റ് കാര്യം മനസ്സിലാവും. പണ്ടത്തെ ഹാരി പോട്ടർ ടൈമിലൊക്കെ ഉണ്ടായിരുന്നുള്ള VFX കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.
പക്ഷെ എന്ത് പറഞ്ഞാലും ഈ പടത്തിന് ഒരു പോസിറ്റീവ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ആണെങ്കിൽ പോലും അത് വളരെ മോശം പടമൊന്നുമല്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പടമാണ് ഈ സംഭവം. പിന്നെ ഞാൻ ഇത്രയും വലിയ ഡയലോഗ് അടിച്ചത് എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. സൂപ്പർമാൻ എന്ന് പറയുന്ന ക്യാരക്ടർ പലപ്പോഴും ഒരു ഹോപ്പ് പോലെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിനോട് എനിക്ക് വളരെ ഇഷ്ടമാണ് ആ ഒരു ക്യാരക്ടർ. അതുകൊണ്ടാണ് ഈ ഡയലോഗ്സൊക്കെ അടിച്ചത്. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ ചുമ്മാ പോയി കാണാൻ പറ്റിയ ഒരു പടമാണ്. പ്രത്യേകിച്ച് പിള്ളേർക്ക് കാണാൻ പറ്റിയ പടമാണ്. പിള്ളേർക്ക് കാണാൻ പറ്റിയ പടങ്ങളാണ്. പക്ഷേ ഇടയ്ക്ക് കുറച്ച് കിസ്സിങ് സീനൊക്കെ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ സെൻസർ ബോർഡ് തന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ സംസാരിച്ച കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു കണ്ടിന്യൂവേഷൻ കിട്ടില്ല ചില സമയത്തൊക്കെ. അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതിപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ വെട്ടുന്നതാണ്. അവിടെ വെട്ടും കൊപ്പൊന്നുമില്ലല്ലോ. പിന്നെ പടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സീരിയസ് ടോണിലേക്ക് ഇങ്ങനെ ആയി വരുമ്പോൾ പെട്ടെന്നൊരു കോമഡി സീൻ ഇടും. ഒരു കോമഡി പടമാണെങ്കിൽ പോലും നമ്മൾ സീരിയസ് ആവേണ്ട അടുത്ത് സീരിയസ് ആവണം. ഇത് ചുമ്മാ പിള്ളേരുകളി പോലെ ആയിപ്പോയി പടം.